കോട്ടയത്തിന്റെ മലയോര മേഖല കണ്ടോ നീ? മലയോര മേഖല എന്നൊക്കെ പറഞ്ഞതാണല്ലേ. കോട്ടയത്തിന്റെ റബ്ബർ തോട്ടങ്ങളിലൂടെയുള്ള യാത്രയിലേക്കൊന്ന് ഇറങ്ങണില്ല. പുല്ലെ തൊട്ട് ചെന്നി എല്ലാം കൂടെ താഴ്ച കിടക്കും കേട്ടോ. കോട്ടയത്തിന്റെ റബ്ബർ തോട്ടങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ മതി. എന്തായാലും കാടും മലയും കയറി ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചത്. പിന്നെ അല്ല എടാ, ഞങ്ങള് പാലക്കാരോടാ നിന്റെ കളി. നീ വാ. കോട്ടയം മണ്ഡലത്തിലൂടെ യാത്ര തുടരുമ്പോൾ ഞങ്ങളൊരു റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കോട്ടയത്തിന്റെ കഥ പറയുമ്പോൾ കോട്ടയത്ത് വന്നിട്ട് പാലായിലെ കർഷകനെയും കാണാതെ പോയാൽ എങ്ങനെയാണ് ആ മണ്ഡലത്തിന്റെ ചിത്രം കിട്ടുക അല്ലേ? റബ്ബറിനെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. കാരണം റബ്ബറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എക്കാലത്തും കോട്ടയത്തിന്റെ രാഷ്ട്രീയവും കോട്ടയത്തിന്റെ ചരിത്രവും ഒക്കെ. ഒരുപക്ഷെ റബ്ബർ കർഷകർ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. സംസ്ഥാന സർക്കാർ ഏതായാലും റബ്ബർ കർഷകരെ സംസ്ഥാനത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. 180 രൂപ തറവിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ ഇല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാനാവാത്ത സാഹചര്യവും. കാരണം ഈ ആസിയാൻ കരാർ പോലുള്ള സംഭവങ്ങളൊക്കെ വന്നതോടുകൂടി റബ്ബർ കർഷകർ വല്ലാത്ത ദുരിതത്തിലാണ്. കാരണം റബ്ബർ ഇറക്കുമതി കൂടുതലായി വർദ്ധിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവിടുന്ന് കയറ്റുമതി കുറയുമ്പോൾ അല്ലെങ്കിൽ ടയർ ലോബികൾക്ക് വേണ്ടി ഇടപെടലുകൾ നടക്കുമ്പോൾ റബ്ബർ കർഷകർക്ക് വില കിട്ടാതെ പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പല കർഷകരും റബ്ബർ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ട് ഒരു പരിധിവരെ ഈ കൃഷി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സഹായങ്ങൾ, അതായത് ഇപ്പോൾ ഉണ്ടല്ലോ ഈ റബ്ബർ തോട്ടത്തിനകത്ത് ഇടവേളയായിട്ട് മറ്റു കൃഷികൾ പ്രോത്സാഹിപ്പിക്കുക, മറ്റ് തേനീച്ച വളർത്തൽ പോലുള്ള അങ്ങനെയുള്ള പല രീതിയിലുള്ള കൃഷികൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ. അത്തരത്തിലൊരു സമയത്താണ് നമ്മൾ ഈ തോട്ടത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ റബ്ബറുണ്ട്, ഒപ്പം തന്നെ മറ്റു പല പ്രധാനപ്പെട്ട കൃഷികളുമുണ്ട്. ഒപ്പം ഇവിടുത്തെ കർഷകരുടെ രാഷ്ട്രീയവുമുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ? അതൊക്കെ കണ്ടു വരാം. ശരി ചേട്ടാ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. വെട്ടൊക്കെ ഉണ്ട്. ഇത്തവണ വെട്ട് കുറവായിരുന്നല്ലേ? വെട്ട് കുറവായിരുന്നു. നല്ല ഉണക്കിൻ്റെ കൊണ്ട് ചൂടായതിൻ്റെ ഒരു ടാപ്പിംഗ് ആരംഭിച്ചിട്ടില്ല. അതൊരു 2-3 മഴ കിട്ടി കഴിയുമ്പോൾ ശരിയാവും. എങ്ങനെയുണ്ട് വിലയൊക്കെ? വില വളരെ പരിതാപകരമാണ്. നമ്മുടെ ഉൽപ്പാദന ചെലവിനനുസരിച്ചുള്ള വില നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഞങ്ങൾ പിടിച്ചു നീക്കുന്നത് ഇടവിള കൃഷികൾ, സമ്മിശ്ര കൃഷിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ. ഇപ്പം സർക്കാർ ഒരു 180 രൂപ തറവിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സർക്കാരിൻ്റെ ഒരു കർഷകരോടുള്ള സമീപനത്തിൻ്റെ ഒരു രീതിയാണ്. നമുക്ക് 2 പ്രാവശ്യം, അത് 150 ആയിരുന്നു, 150 എന്നുള്ളത് 170 ആക്കി, 170 എന്നുള്ളത് 180 ആക്കി. ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഈ സമയത്ത് പോലും കർഷകരെ മറക്കാതെ 180 രൂപ ആക്കി തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കേരള ഗവൺമെൻറ്റിനോട് നന്ദിയുണ്ട്. ഈ പലവട്ടം നിങ്ങൾ ആവശ്യപ്പെട്ടതല്ലേ കേന്ദ്ര സർക്കാരിനോടൊക്കെ ഈ വില കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇടപെടൽ വേണമെന്ന്? പല പ്രാവശ്യം ഞങ്ങളുടെ കർഷക സംഘങ്ങളുണ്ട്. ഞങ്ങളുടെ പ്ലാൻകോസ് കർഷക സംഘമുണ്ട്. അതുപോലെ ഞങ്ങൾ RPS മുഖേന പല രീതിയിൽ ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് നിവേദനം കൊടുക്കുകയും അതിന് ഇങ്ങോട്ടൊരു മറുപടി അവർ തന്നിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ റബ്ബർ കർഷകരെ നിരുത്സാഹപ്പെടുത്തി കൃഷിക്കാരെ കൃഷിയിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുക. അതൊരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ ഈ പലരും റബ്ബറൊക്കെ നിർത്തി വെട്ടി വേറെ നടുന്ന പരിപാടിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു 3 ഏക്കറോളം റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് അതിനകത്ത് റംബുട്ടാനും ജാതി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇടവിളയായിട്ട് പൈനാപ്പിൾ. ഇപ്പോൾ ഈ റബ്ബറിനകത്ത് തന്നെ ഇടവിള പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ സർക്കാരിൻ്റെ കൊക്കോ വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഏറ്റവും നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ ഈ സമയത്ത് നല്ല വിലയുണ്ട്. പക്ഷേ ഇത് എത്ര കാലം കിട്ടുമെന്ന് പറയാൻ പറ്റിയല്ല. എന്നും കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന വ്യവസായികളുടെ ഒരു സമീപനം എനിക്ക് ഈ പറയാൻ പറ്റുള്ളൂ. പരമാവധി കൃഷി ചെയ്ത് കഴിയുമ്പോൾ ഉൽപ്പാദനം എല്ലാ കർഷകരും കൊക്കോ കൃഷി ചെയ്ത് കഴിയുമ്പോൾ കൊക്കോയുടെ വില ഇടിയും. പണ്ട് വാനിലക്കാർക്ക് പറ്റും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതിലെ വന്നത് ഈ തോട്ടത്തിലൂടെ കയറി വന്നത് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് അപ്പോൾ കോട്ടയത്ത് വരുമ്പോൾ പിന്നെ റബ്ബറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ഇലക്ഷൻ കുഴപ്പമില്ല പോകുന്നു. നമ്മുടെ 100% ഫണ്ട് വിനിയോഗിച്ച തോമസ് ചാഴികാടൻ സുകുമാരൻ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു വിജയം ഉണ്ടാവുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഒരു വർഷത്തിലേക്ക് പുള്ളി പോകുന്നതാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷ. നിങ്ങൾക്ക് വേണ്ടി MP പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടോ? കർഷകർക്ക് വേണ്ടിയാണ് നമ്മുടെ ജോസ് കെ മാണിയും തോമസ് ചാഴികാരനും കർഷകർക്ക് വേണ്ടി മാത്രം. ബാക്കി ഇവിടെയുള്ള പല MP മാരുണ്ട്. അവരൊക്കെ പോയി പാട്ടും പാടി നടക്കുന്നതല്ലാതെ ഒരു ഗുണവും നമുക്ക് കിട്ടിയിട്ടില്ല. കേട്ടോ, നാവടക്കോ പണിയെടുക്കും. പക്ഷെ ചേട്ടൻ നല്ല പണി തിരക്കില്ല. വെട്ടി കഴിയാറായോ? തീർന്നു. പൊതുവെ കുറവല്ലേ? ഇവിടുത്തെ കാലാവസ്ഥയാണ് പ്രശ്നം. തണുപ്പ് വേണം, ചൂട് ഭയങ്കര ചൂടല്ലേ?
എങ്ങനെയാണ് നിങ്ങളുടെ കർഷകരുടെ ഒരു അവസ്ഥയൊക്കെ എങ്ങനെയാ? കർഷകരുടെ അവസ്ഥ പൊതുവെ പരിതാപകരമാണെന്നാണ് പറയുന്നത്. പിന്നെ റബ്ബറിന് ഇപ്പോൾ സബ്സിഡിയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഞാൻ തന്നെ വിട്ടുന്നതുകൊണ്ടും നഷ്ടം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എത്ര 180 തറവിലാക്കിയിട്ടുണ്ടല്ലേ? 180 തറവിലാക്കിയിട്ടുണ്ട്. പൊതുവേ ഞങ്ങൾ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് ഇറങ്ങിയതാണ്. പൊതുവെ കോട്ടയത്ത് വരുമ്പോൾ റബ്ബർ വില ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. എങ്ങനെയാ ഒരു ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്, റബ്ബർ വില കൂടാതെ നിൽക്കുന്നതിൽ? കമ്പനികളുമായിട്ടുള്ള ഒരു ഒത്തുകളിയുടെയൊക്കെ ഭാഗമായിട്ടാണ് വില കൂടാൻ നിൽക്കുന്നത്. അത് നല്ല രീതിയിൽ വില കിട്ടേണ്ടതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ വില കുറയുന്നതുകൊണ്ട് തന്നെ കർഷകർക്ക് നഷ്ടം, നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടം, ഒരു വലിയ വ്യവസായം തന്നെ അതെ പ്രശ്നത്തോട്ട് പോകല്ലേ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റബ്ബർ സംസ്ഥാന സർക്കാർ ഇപ്പോൾ 180 രൂപ തറവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് 150 ആയിരുന്നു ഈ സർക്കാർ വരുമ്പോൾ, പിന്നെ അത് കൂടിയും കുറഞ്ഞു നിന്നായിരുന്നു. പിന്നെ ഇപ്പോൾ 180 രൂപ കൊണ്ടുപോകും അല്ലേ? അങ്ങനെ ആ ഒരു പദ്ധതിയൊക്കെ ആശ്വാസമായിട്ടുണ്ടോ? നല്ല രീതിയിൽ ആശ്വാസമുണ്ട്. വില തീരെ താന്നു പോയപ്പോഴാണ് വില ഇത്രയും കയറി വന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ രാഷ്ട്രീയത്തെയൊക്കെ നോക്കിക്കാണുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താവണം എന്നാണ് ആഗ്രഹിക്കുന്നത്? കർഷകർക്ക് സഹായം ചെയ്യുന്ന നല്ല ഇത് വരണം. പൊതുവെ എങ്ങനെയുണ്ട് കോട്ടയത്ത്? എന്താ ഒരു കോട്ടയം ഇപ്പം പിന്നെ ഒരു LDFിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ചാഴികാടൻ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം? നല്ല പ്രവർത്തനമായിരുന്നു. എന്ത് പൊതുവെ വർക്ക് ഇത്തവണ ടാപ്പിംഗ് കുറയാൻ കാരണം കാര്യം നല്ല രീതിയിൽ ഇലയൊക്കെ ഉണ്ട്, പാല് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിനൊരു ക്യാൻസറിൻ്റെ അസുഖമൊക്കെ ആയിട്ട് ചില ആശുപത്രി കേസോട്ടൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുടങ്ങി. അതുകൊണ്ട് അതിൻ്റെതായ പാല് കുറവുണ്ട്. എവിടെയായിരുന്നു ചികിത്സ? എവിടെയായിരുന്നു? RCCയിലായിരുന്നു. ഇപ്പം സർജറി എല്ലാം കഴിഞ്ഞു. ഇപ്പം പാലാ ഗവൺമെൻറ്റിൽ നിന്നാണ്, ഗവൺമെൻറ് ആശുപത്രി ഹോസ്പിറ്റലാണ്. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. കീമോതെറാപ്പിയാണ് ചെയ്തത്. അവിടെ സൗകര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? എല്ലാ സൗകര്യമുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പം 14 ഡോസ് വെച്ച് 4 പ്രാവശ്യമായി. ആ 4 പ്രാവശ്യത്തെ മരുന്ന് ഹീമോടെ ഗുളിക ഫ്രീ ആയിട്ട് തന്നെ തരുന്നുണ്ട്. സർക്കാരിൽ നിന്ന് തരുന്നത്? അതെ. അറിയപ്പെടാതെ പോകുന്ന പല കാര്യങ്ങളിലും ഒന്നാണ് ചേട്ടൻ പറയുന്നത്. മറ്റൊന്ന് ഒരു ഡോസിന് 900 രൂപയാണ് മണ്ടേ വരേണ്ടതാണ്. അതായത് മാസം ഒരു 6000 രൂപ 7000 രൂപയോളം ഏറ്റവും കുറഞ്ഞത് വരേണ്ടതാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കാർ ആശുപത്രികൾ എത്രമാത്രം മെച്ചപ്പെട്ടു എന്നതിൻ്റെ കൂടെ ക്യാൻസറിനടക്കമുള്ള ചികിത്സകളും മരുന്നുകളും ഒരു സാധാ ജനലാശുപത്രിയാണ് പാലാ ജനലാശുപത്രി എന്ന് പറയുന്നത്. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയുമില്ലാതെ ക്യാൻസർ ചികിത്സയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതെ, സത്യചേട്ടനോട് പോയപ്പോൾ അത്ഭുതം തോന്നി. ആശുപത്രി തോന്നി ആണല്ലേ? പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ലല്ല, ഞങ്ങളിവിടെ സാധാരണ പയ്യലൊക്കെ ചെറിയ പാലാല അങ്ങോട്ട് പോകുന്ന ആവശ്യമില്ലായിരുന്നു. സാറിന് ഇവിടെ അളങ്ങലത്തെ ഹോമിയോ ഡിസ്പെൻസറി ഞാൻ മരുന്ന് മേടിച്ചോണ്ടിരുന്നത്. ആരാ പറഞ്ഞ പാലായിൽ ഇത്ര നല്ല ചികിത്സയുണ്ട്? RCC പറഞ്ഞു വിട്ടാ അല്ലേ? കർഷകരുടെ കാര്യം കേട്ടല്ലേ? യാത്രക്കിടയിൽ ഇങ്ങനെ കാണുന്നിടത്ത് എല്ലാം കയറി അഭിപ്രായം തരലാണ്. തൊഴിലാളികളുടെ നിർമ്മാണ മേഖലയിൽ തൊഴിലാളികളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് ചോദിക്കാം. ചേട്ടാ, പണി നടക്കുമല്ലേ? പണി നടക്കുക. രാവിലെ തുടങ്ങി. ചൂട് ഭയങ്കര ചൂടാണ്. ഇലക്ഷൻ്റെ ചൂട് നല്ല ചൂടാണ് ഇവിടെ. ഞങ്ങളുടെ ചാഴികാടൻ തോമസ് ചാഴികാടൻ കൂടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെയൊക്കെ അങ്ങനെ അഭിപ്രായം പുള്ളി ഇവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി? ഇവിടെ പയ്യലെ ഹോസ്പിറ്റലിൽ എക്സ്ട്രാ യൂണിറ്റ് ഇല്ലായിരുന്നു, അതുണ്ടാക്കി തന്നു. പിന്നെ റോഡെല്ലാം ടാർ ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എപ്പം വിളിച്ചാലും ഓടി വരും. അതുകൊണ്ട് പുള്ളി ജയിക്കുന്നതാണ് ഞങ്ങളുടെയൊക്കെ മൊത്തത്തിലുള്ള അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ് കൂടുതൽ വോട്ട് കിട്ടും, ജയിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ മൊത്തത്തിൽ. ഈ BJP സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? BJPക്ക് ഇവിടെ വലിയ വോട്ട്സ് ഒന്നുമില്ല. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? കേന്ദ്ര സർക്കാരിനെ പറ്റി പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് അതിനകത്ത് വലിയ വോട്ട്സ് പറയാനില്ല. ഇങ്ങോട്ടും തിരിഞ്ഞേ, പണി നടക്കുമെന്നറിയാം. തിരക്കേലായിരിക്കും അല്ലയോ? തിരക്കേലായിരിക്കും. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? അതിന്റെ പ്രശ്നമുണ്ടല്ലേ? ഞങ്ങൾ ശല്യപ്പെടുന്നില്ല, ഇലക്ഷന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നാ. എങ്ങനെയുണ്ട് ഇവിടെ? പൊതുവെ കോട്ടയത്ത് എങ്ങനാ? കോട്ടയത്ത് കുഴപ്പമൊന്നുമില്ല. ഒരു മുൻതൂക്കം ആർക്കാ ഇപ്പൊ പറയാൻ പറ്റിയല്ലോ. എന്നാലും ഇതൊക്കെ കാണും, ഇപ്പോഴത്തെ ഒരു ബഹളമൊക്കെ കാണുമ്പോ എന്നാ തോന്നുന്നേ? ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല മത്സരമുണ്ടോ? നല്ല മത്സരമുണ്ട്. ആണല്ലേ? അപ്പൊ ചേട്ടൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ശേഷം പറയും. പണി നടക്കട്ടെ. അതെ, ഒന്ന് കാര്യങ്ങളെ പഠിച്ചതിന് ശേഷം പറയാന്നാണ്. ചേട്ടാ, തിരക്ക് പിടിച്ച പണിയൊന്നും ഒരു എന്നാണ്ട് വിശേഷം? പണിയൊക്കെ ഉണ്ടോ ഇപ്പൊ? പണിയുണ്ട്, അത്യാവശ്യം പണിയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. പണിക്ക് കുറവൊന്നുമില്ല. ചൂട് പ്രശ്നമാണോ? ചൂട് പ്രശ്നമാണ്. ആണല്ലേ? പതിവില്ലാത്ത ചൂടല്ലോ? പതിവില്ലാത്ത ചൂടാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെയുണ്ട് ഇവിടെ? തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഇച്ചിരിയോടൊക്കെ ആയി വരാനുണ്ട്. ഇനി ഒന്നും ഉഷാറാവും. ഇച്ചിരിയോടെ ഉഷാറാവണമെന്നാണ് പറയുന്നത്. നിലവിലുള്ള ചൂടനുസരിച്ച് എന്താ തോന്നുന്നത്? എന്താണ് ഇവിടുത്തെ അവസ്ഥ?
അവസ്ഥ എന്ന് പറയുമ്പം ഇലക്ഷനും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ചൂടും ഇലക്ഷന്റെ ചൂടും കൂടെ ആകപ്പാടൊരു എരിവരിയാ. അതെ, എന്ത് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതൊന്നും ആർക്കും തീരുമാനമായില്ല. എന്നാലും കോട്ടയത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെ തോന്നുന്നു? ആ, ഈ വാർത്തകളൊക്കെ കണ്ടിട്ട് വാർത്തകൾ കണ്ടിട്ട് LDF ജയിക്കുമെന്നാണ്. തോമസേ ചാഴിക്കാടൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചാഴിയാടും കുഴപ്പമില്ല, നല്ല ആളായിരുന്നോ? നല്ല ആളായിരുന്നു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അവരുടെ പണിയെടുക്കണം, നമുക്ക് പോയാലോ? അവരുടെ നമുക്ക് നമ്മുടെ പണികൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് നിർമ്മാണ മേഖലയിലുള്ള ആളുകൾക്ക് പറയാനുള്ളത് അല്ലേ? എന്തായാലും പോവാ. തീർച്ചയായും ഇനി അടുത്ത കേന്ദ്രത്തിലേക്ക്. കോട്ടയത്തോടെ യാത്രാവസരം ഗുണാക്കേവിലെത്തിയോ? കോട്ടയത്തെ കൃഷിഭൂമി കാണാൻ വന്ന് അതെ, ഗുണാക്കേവിൽ എത്തി. ഇത് പാട്ടുകൾ പക്ഷെ ഇതിപ്പോ കാണുമ്പോ ഇത് മനിതർ കാതലല്ലേ, ഇത് അതിമേഖല പുനിതമാണതല്ലേ? ഇതിന്റെ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മീൻകുളമാണ്, ഒരു പാറമട മീൻകുളമായിട്ട് എടുത്ത് അതിന് നടക്കൂടെ ചെറിയ ചങ്ങാടമൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുതിയ പ്രൊജക്ട് ആരംഭിക്കുന്നതാണ്. രസകരമായൊരു യാത്രയാണിത്. ഇത് മീനൊക്കെ ഉണ്ട് നിറച്ചും. എന്തായാലും ഒരു വേറെ തന്നെ ഫീൽ ആണ്. അതെ അതെ അതെ. ഇതിന്റെ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അതെ അതെ. ചേട്ടാ, ഇതെന്താണ് ഇപ്പൊ പരിപാടി? ഒരു കാര്യം, ചേട്ടൻ ഒരു റബ്ബർ കർഷകൻ കൂടി, ചേട്ടന്റെ റബ്ബർ തോട്ടത്തിലേക്കാണ് നമ്മൾ വന്നത്. അന്നേരമാണ് നമ്മളെ പിടിച്ച് ഇവിടത്തേക്ക് കൊണ്ടുവന്നു അല്ലേ? ഇതെന്താണ് സംഭവം? ഇതെങ്ങനെയാണ് ഇതിന്റെ? ഇതൊരു പഴയ പാറമടയായിരുന്നു, അതൊരു മീൻ വളത്തിലാക്കി ഇപ്പം ഫാം ടൂറിസത്തിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബറും മീനും ഫാമും എല്ലാം ഒന്നിച്ച് പല പ്രശ്നങ്ങളും എല്ലാം കൂടി ഒരു ടൂറിസം പ്രോജക്റ്റ് ആണല്ലേ. സംസ്ഥാന സർക്കാരിന്റെ RT മിഷന്റെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ സഹകരണത്തോടുകൂടിയാണ്. അതിന്റെ ഒരു അഗ്രികൾച്ചറൽ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എത്ര മീനുണ്ട് ഇതിനകത്ത്? എത്ര മീന്? ഇത് പല ടൈപ്പ് മീനുണ്ട് ഇതിനകത്ത്. അതായത് പരസ്പരം പോരടിക്കാത്ത മീനുകളായിട്ടേക്കുന്നത് കട്ല, രോഹു, മുറുകാള, ഗ്രാസ് കാർപ്പ്, തിലാപ്പിയ 2 ഐറ്റം, പിന്നെ ഗൗര എല്ലാം ഉണ്ട്. ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ പാർക്കിൽ മുഴുവനായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? പാർക്കിൽ മുഴുവനായിട്ട് ഞാൻ ഇതിനൊരു പേര് കൊടുത്തേക്കുന്നത് ഇത് ഹട്ട് വില്ലേജ് ലൈഫ് എന്നുള്ള പേരിലാണ്. അത് നമ്മുടെ പഴയ കേരളത്തിന്റെ പഴയ രീതിയിലുള്ള ജീവിത രീതികൾ, നാടൻ ഭക്ഷണങ്ങളും എല്ലാം പരിചയപ്പെടുത്തുക, പിള്ളേരുടെ പഴയ നമ്മുടെ സംസ്കാര രീതികൾ, അങ്ങനെ ഒരു ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അവൻ ചൂണ്ടയിട്ട് ആളെ പൊക്കി ഇതിനിടയ്ക്ക് മീനെ പിടിച്ചു. ഇതെന്നാ മീനേട്ടാ? ഇത് തിലാപ്പിയ. തിലോപ്പിയ അല്ലേ? ഇത് കിലോയ്ക്ക് നല്ല വിലയുണ്ടോ? 200 രൂപയ്ക്ക് അല്ലേ? എപ്പോഴൊക്കെ ഇതിന്റെ വിളവെടുപ്പ് എപ്പോഴാണ്? വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ടൂറിസത്തിന് വേണ്ടി മാത്രം വളർത്തുന്നത്. വരുന്നവരെ കൊണ്ട് ചൂണ്ടയിടിക്കുക. ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ചൂണ്ടയിട്ട് ഒരു വിനോദം എന്നുള്ള നിലയിൽ കൊണ്ടുപോകാം. നല്ല ഒന്നാന്തരം തിലോപ്പിയനാണ് പിടിച്ചേക്കുന്നത്. ഇതാ കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രാവർത്തികമാക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണല്ലേ. സർക്കാരിന്റെ സഹായങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അത് മാത്രമല്ല, ഈ പാറമടകളൊക്കെ വെറുതെ ഉപേക്ഷിക്കുന്നതിന് പകരം അതൊരു വരുമാന മാർഗമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇത് പലയിടത്തും അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ചേട്ടനോടുള്ള വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ മീൻപിടുത്തക്കാരനോട് ഉണ്ട്. അതെ, എന്താണ് എന്റെ പേര്? സിറിയക്ക്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? 9. എല്ലാ ദിവസവും മീൻ പിടിക്കും വന്ന് അപ്പന് സമ്മതിക്കത്തില്ലേ? അപ്പന്റെ കൂടെ ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുവോ? എന്തൊക്കെയാ നീ ചെയ്യുന്നത്? നിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാ ഇതില്? ഞാൻ തീറ്റ കൊടുക്കും, മീനെ പിടിക്കും, വെട്ടും, വറക്കും, പിന്നെ അതുകൂടി വേണ്ടേ? അപ്പൊ അങ്ങനെയല്ലേ ഏട്ടാ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ? പിന്നെ ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് പോലെ, പിന്നെ കുട്ടികൾക്ക് അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്, മരത്തെ കയറുക, പിന്നെ പാറ വലിഞ്ഞു കയറുക. ഈ പാറയല്ല കേട്ടോ, ഞങ്ങൾ മറ്റേ സിനിമയ്ക്കകത്ത് മറ്റേ ഗുണാക്കേവ് ഇപ്പം നമ്മൾ കണ്ടില്ല, മഞ്ഞുമൽ ബോയ്സിനകത്ത്. ഗുണാക്കേവിന്റെ തരംഗം. അതെ അതെ, അതുപോലെ നമ്മൾ വിചാരിച്ചു ആദ്യം വന്ന രസമുണ്ട്. ഇത് മഴക്കാലത്താണ്, ഇപ്പം വെള്ളമെല്ലാം നല്ല വെള്ളച്ചാട്ടം, 2 വെള്ളച്ചാട്ടം വലുതുണ്ട്. ഇത് ചുറ്റോടി ചുറ്റും വെള്ളം ചാടിക്കൊണ്ടിരിക്കും. നല്ലൊരു ഫീലിംഗ് ആണ്. ഇപ്പം വേനൽക്കാലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നല്ല തണുപ്പല്ലേ ഇവിടെ. ഇതൊക്കെ ചേട്ടൻ്റെ ഐഡിയ ആണോ? എൻ്റെ ഐഡിയ പറയാൻ പറ്റത്തില്ല, അത് CMFRAയുടെ സാങ്കേതിക വിദ്യയോടെ ചെയ്തൊരു കേജ് ഫാമിങ്ങിനുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ ആ ടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തു. സർക്കാർ നല്ല പ്രോത്സാഹനമാണോ? ഉണ്ട്, സബ്സിഡി ഉണ്ട്. ആണല്ലേ? ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ആളുകൾ കാണാതെ പോയ കാര്യങ്ങളാണല്ലേ. ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത്, പല മേഖലകളും ആ പദ്ധതി നടത്തി വിജയകരമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ബാക്കിയുണ്ട് നമുക്ക് ശരിക്കും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അധികം സ്കീമുകളില്ലായിരുന്നു, പക്ഷേ ഇപ്പം കേജ് ഉണ്ടാക്കുന്നതിനും കുഞ്ഞുങ്ങളെ എടുക്കുന്നതിനും അതിന്റെ തീറ്റയ്ക്കും വരെ സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ചേട്ടാ? അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ആണല്ലേ? എങ്ങനെ, നാട്ടുകാരാണോ അതോ വേറെ അന്യ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ? ആലപ്പുഴ എന്ന് പറയും, വെള്ളത്തിന് നാട്ടിൽ നിന്ന് വരുന്നുണ്ടല്ലേ? പക്ഷെ ഇതിന്റെ ആ ഒരു ആംബിയൻസ് വേറെയാണല്ലോ, ഭയങ്കര രസമാണ്. ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തണുപ്പാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് തോന്നുന്നു നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്.
വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ വരുന്നൊരു സാഹചര്യത്തിലേക്ക് മൊത്തം ഡെവലപ്മെന്റ് ആകുമ്പോഴേക്കും അല്ലേ? മുകളിലൊരു മിനി ഫോറസ്റ്റ് പോലെ ഉണ്ട്. പിന്നെ ഏർമാടങ്ങൾ, ചെറിയ ഹട്ടുകൾ, ലൂസ് അടിക്കണമെന്ന് പറയണോ? അപ്പൊ നമുക്ക് പോയാലോടാ? അപ്പൊ തിരിച്ചു പോകണം അല്ലേ? ലൂസ് അടിച്ചാലോ? ലൂസ് അടിക്കാം. ലൂസ് അടിച്ചിട്ട് പക്ഷെ വണ്ടി പോകുന്നില്ല. നമുക്കേ ഇങ്ങോട്ട് വലിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അത് ആളുകളിലേക്ക് എത്തുന്നില്ല മാധ്യമങ്ങൾ എന്നുള്ളതാണ്. വാർത്തകളാക്കി നൽകുന്നുണ്ട് എന്ന് നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്. വിവാദങ്ങളുടെ പുറകെ പോകുമ്പോൾ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അത് വലിയ വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതെ അതെ, സാധ്യതകൾ ഒരുപാട് തുറന്നിരുന്നുണ്ട്. അതെ അതെ. അപ്പോൾ ഏതായാലും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇത്ര ഒരു കാഴ്ച പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഈ വോട്ട് ഓൺ വീൽസിന്റെ യാത്രയ്ക്കിടെ അതിൽ നമുക്കൊരു സന്തോഷമുള്ള കാര്യം. നമുക്ക് ഇറങ്ങിയാലോ? അപ്പൊ തൽക്കാലം അപ്പോൾ വോട്ട് ഓൺ വീൽസിന്റെ തൽക്കാലം ഗുണ കേസിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പൊ ചേട്ടാ പോയിക്കോട്ടെ. വോട്ട് ഓൺ വീൽസ് കോട്ടയം ജില്ലയിലൂടെ കോട്ടയം മണ്ഡലത്തിലൂടെ യാത്ര തുടരുകയാണ്. ഇന്ന് യാത്ര തുടരുമ്പോൾ എൻ്റെ ഒപ്പം നിങ്ങൾ പതിവായി കാണുന്ന ആ ടൂ വീലർ ഇല്ല, പകരം ഞാനൊരു കാറിൻ്റെ ഉള്ളിലാണ്. ഈ കാറിനോടൊപ്പം ഒരു അതിഥിയുണ്ട്. നമുക്ക് പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ടാത്ത കോട്ടയത്തിൻ്റെ സ്വന്തം VN വാസവൻ, കോട്ടയത്തിൻ്റെ വാസവൻ ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? സജീവമായി പോകുന്നു. വളരെ ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങും എവിടെയും. ഈ പ്രവർത്തനങ്ങളിലൊക്കെ പ്രചാരണങ്ങളിലൊക്കെ പങ്കാളിയാകുമ്പോൾ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? 100% വിജയപ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ഈ കോട്ടയത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത്. അത് പ്രഖ്യാപിക്കപ്പെട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഒരു റൗണ്ട് തീർന്നു കഴിയുമ്പോഴാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ സ്ഥാനാർത്ഥിയെ ആലോചിക്കുകയും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. മറ്റൊന്ന്, ഈ കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കൊരു സവിശേഷതയുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിലെ കേരളത്തിൽ നിന്ന് പോയ 20 MPമാരിൽ 100% ഫണ്ട് ചെലവഴിച്ച് A+ നേടിയ ഏക MP ശ്രീ തോമസ് ചാഴികാടനാണ്. അത് നേരത്തെ തന്നെ ഇവിടെ ആഘോഷിക്കുകയും അയാളെ ആദരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം ചേർന്ന് വലിയ പരിപാടി സംഘടിപ്പിക്കുകയും നാടാകെ നെഞ്ചേറ്റുകയും ചെയ്തു ആ ഒരു ശൈലി. അപ്പോൾ 100% ഫണ്ട് ചെലവഴിച്ചു എന്നുള്ളത് വെറുതെ വിൺവാക്ക് പറഞ്ഞതല്ല, വെബ്സൈറ്റിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ₹1 പോലും പാഴാക്കിയില്ല. രണ്ടാമത്, ഈ കോട്ടയത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമയബന്ധിതമായി ഉന്നയിച്ചതിന് പരിഹാരം കണ്ടിരിക്കുന്നു. ഡബിളിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതുപോലെ സ്റ്റേഷൻ്റെ വികസനം അത് പൂർണ്ണമാക്കിയിരിക്കുന്നു. ഇനി ഇവിടെ പാസ്പോർട്ട് ഓഫീസ് ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ അതിനുവേണ്ടി പാർലമെൻറ്റിനകത്തും പുറത്തും പോരാടി ഏതാണ്ട് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ അത് പുനഃസ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കഴിഞ്ഞു. അത് പുനഃസ്ഥാപിച്ചു. പിന്നീട് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു പ്രവർത്തനം, ഈ കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് അവർക്ക് വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അതൊരു ക്യാമ്പ് നടത്തി ക്യാമ്പിൽ വെച്ച് അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള ഓരോ ഉപകരണങ്ങളും വാങ്ങിക്കൊടുക്കാൻ കേന്ദ്ര ഫണ്ട് പ്രയോജനപ്പെടുത്തി വലിയ പരിപാടി കോട്ടയത്ത് ഞാനും ആ പരിപാടി പങ്കെടുത്തതാണ്. അത് ഒരു പക്ഷേ കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. ഇങ്ങനെ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ തോമസ് ചാഴികാടൻ മണ്ഡലത്തിൽ നടന്നിരുന്നു. മറ്റൊരു കാര്യം പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള വിഷയം, കേരളത്തെ അവഗണിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ 2 MPമാരാണ് ശബ്ദം ഉയർത്തിയത്. ഒന്ന് ആലപ്പുഴയിലെ ആരിഫും 2 കോട്ടയത്ത് തോമസ് ചാഴികാടൻ. തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ റബ്ബറിൻ്റെ വിഷയം ഉയർത്തി. ഇപ്പോൾ കോട്ടയം ജില്ല കാർഷിക പ്രാധാന്യമായ ഒരു ജില്ലയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിൻ്റെ 93% ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേരളത്തിലാണെങ്കിൽ ആ കേരളത്തിൽ ഏറ്റവും നല്ല റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രിസ്റ്റോൺ അടക്കമുള്ള റബ്ബർ സംഭരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും മീനച്ചിലും അടക്കമുള്ള മേഖലയിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും നല്ല റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും ഹ്യൂജ് ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതുമെല്ലാം കോട്ടയമാണ്. ഈ പ്രശ്നം ആസിയൻ കരാറിനെ തുടർന്നുണ്ടായ പ്രത്യാഘാതത്തിൽ റബ്ബർ കൃഷിക്കാർ ഏറ്റവും വിഷമവും വേദന അനുഭവിക്കുന്ന പ്രശ്നം പാർലമെൻറ്റിൽ ഉന്നയിക്കാനും പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് നൽകണമെന്ന ആവശ്യം ഉന്നയിക്കാനുമെല്ലാം ചാഴികാടനും അതുപോലെ ആരിഫുമാണ് സമയബന്ധിതമായി ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന രംഗത്ത്, വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രംഗത്ത്, അതേപോലെ തന്നെ നമ്മുടെ പാർലമെൻ്ററി വേദികളിൽ പുതിയ ആശയപ്രപഞ്ചങ്ങൾ തീർക്കാൻ ബില്ലുകൾ അവതരിപ്പിക്കുന്ന രംഗത്തെല്ലാം തോമസ് ചാഴികാടൻ്റെ സജീവ സാന്നിധ്യം ഒരു MP എന്ന നിലയിൽ അദ്ദേഹം നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്ന് വോട്ടർമാർക്കിടയിൽ പൊതുവെ ചർച്ചയായി. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ വോട്ട് ഓൺ വീൽസിൻ്റെ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കുചേർന്നതിന്. സന്തോഷം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. അപ്പോൾ മന്ത്രി തിരക്കുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓട്ടോൺ വീൽസിൽ ഞങ്ങളും ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും കറങ്ങി തിരിഞ്ഞ് കോട്ടയം ടൗണിൽ വന്നു. കുറച്ച് ഓട്ടോക്കാരൊക്കെ കാണാം. ഓട്ടോക്കാരോട് കൂടെ സംസാരിച്ചു, കാരണം അവരാണല്ലോ കൂടുതൽ പൾസ് അറിയുന്ന ആളുകൾ. അവർ KSRTC സ്റ്റാൻഡ് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡാണ്. അപ്പോൾ അവരോട് കൂടി കോട്ടയം മണ്ഡലത്തിന്റെ രാഷ്ട്രീയം ഒന്ന് ചോദിച്ചു. ഞങ്ങൾ ഈ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞ് പോകാൻ വേണ്ടി വന്നാ. എങ്ങനെയുണ്ട് കോട്ടയത്ത്? എന്താ പൊതുവെ ഒരു സാധ്യതയൊക്കെ കാണുന്നത്? UDF ജയിക്കുള്ളൂ. അതെന്താ അങ്ങനെ ഒരു സാധ്യത? എങ്ങനെയുണ്ട് ഏട്ടാ കോട്ടയത്ത് ഒരു ഇലക്ഷൻ? കോട്ടയത്തെ ഇലക്ഷൻ നല്ല ചൂടായി വന്നിരിക്കുന്നു. ചാഴിക്കാടൻ 100% ജയം ഉറപ്പായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ്? അങ്ങനെ വിശ്വാസം എന്ന് വെച്ചാൽ പുള്ളിയുടെ രീതി അങ്ങനെയായിരുന്നു. ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ടും പുള്ളി ഒരു MP ആയിട്ടിരുന്ന് അതിൻ്റെതായിട്ടുള്ള ഗുണം ജനങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. കൂടെ ഉണ്ട്. കേരള സർക്കാർ ഇതിപ്പോൾ നല്ലൊരു സർക്കാർ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇത്രയും വർഷങ്ങളായിട്ട് ഇതിപ്പോൾ നല്ലൊരു സർക്കാർ എവിടെ ഉണ്ടായിരിക്കുന്നത്? ഏത് സംസ്ഥാനത്തുണ്ട്? ഏറ്റവും നല്ല ഇതല്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ജീവിക്കാനും സാധാരണക്കാരനിവിടെ എന്തിനും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതിൽ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നുള്ളത്. കേന്ദ്ര സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം അല്ലല്ലോ നടത്തുന്നത്. അവിടെ നടത്തുന്നത് തന്നെ അവരെ ഈ ജാതി സ്പിരിറ്റും അതുപോലെ തന്നെ ഇവിടെ പിന്നെ വർഗീയത ഉണ്ടാക്കിയെടുക്കുമല്ലേ അവർ കാണിക്കുന്നത്. അത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ നല്ല മത്സരം നടക്കും, നല്ല ടൈറ്റ് മത്സരം തന്നെ ഇവിടെ നടക്കും, സംശയമൊന്നുമില്ല. ഒരു മുൻതൂക്കം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം മുൻതൂക്കം 3 പേരും തുല്യത, എന്നാലും ഉഷാർ തന്നെയാണ്. ഉഷാർ കുടം പൊട്ടിക്കും എന്നുള്ളത് അത്രേ ഉള്ളൂ. കോട്ടയത്ത് ഇങ്ങനെ കറങ്ങിയപ്പോൾ ഞാൻ നോക്കി, മുകളിലൊരു സാധനം കാണുന്നുണ്ട്. ഇതെന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എൻ്റെ പൊന്നടാവേ, ഇത് എന്താണെന്ന് സത്യം പറഞ്ഞ കോട്ടയംകാർക്ക് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ഐഡിയ ആണ്. ആകാശപാത എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞത് ആകാശപാത തന്നെയാണ്, പക്ഷേ ഈ ആകാശത്തിൽ എങ്ങനെ കയറുന്നത് എങ്ങനെയാണ്? അതിപ്പം പുള്ളിയോട് തന്നെ ചോദിക്കണത്. ഇപ്പം പുള്ളിക്ക് തന്നെ അറിയത്തില്ല ഇത് എങ്ങനെ കയറും. ഇത് പടവലങ്ങ വെക്കാൻ കൊള്ളാം, പന്തലിടാൻ വേണ്ടി കൊള്ളാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്ത് ഇതിന്റെ മേളിൽ കൂടെയൊക്കെ ആളുകൾക്ക് പോകാൻ പറ്റാനൊക്കെ വേണ്ടിയാണ് വിഭാവനം ചെയ്തത്. ഇവിടെ ഉണ്ടെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് കാരണം അതിനുവേണ്ടി ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഇതിനകത്ത് എങ്ങനെ ഇതിന്റെ മേളിലോട്ട് കയറുമെന്നോ ഇത് ഇതിലേക്ക് കൂടി ഇറങ്ങുമെന്നോ സത്യം പറഞ്ഞാൽ അല്ല, അതാണ് ഞാൻ നോക്കുന്നത്. ഈ 4 ഭാഗത്തും റോഡ് വരുന്നുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് കയറുന്നത് എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെ ഇതിനകത്ത് കയറുന്നുള്ളത്. ഇത് അത്ഭുതമായിട്ട് ഇത് ലോക വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തേണ്ടി വരും. എനിക്കതാ പറയാനുള്ളത്. അല്ല, എനിക്ക് ചെറിയൊരു സംശയം. ഇതിന്റെ ഭാവി എന്താവും? ഇതിന്റെ ഭാവി ഭൂതമാകും. ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എനിക്കറിയാൻ പാടില്ല ഇത് എങ്ങനെയാണ്. ഇത് തിരുവഞ്ചൂരിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നാൽ ഒരു കാര്യം പറയാം, ഒരു പദ്ധതി എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോട്ടയത്തെ ഈ ചരിത്ര പ്രസിദ്ധമായ ആകാശപാത. അങ്ങനെ ഒരു ഉദാഹരണം വേണമല്ലോ. അങ്ങനെ ഒരു ഉദാഹരണം വേണം. ഈ ഉദാഹരണം കാണിച്ചുകൊണ്ട് നമുക്ക് കോട്ടയത്തിന് പോയല്ലോ. അതെ, അപ്പോൾ കേരള രാഷ്ട്രീയത്തിന്, കേരള വികസന ചരിത്രത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ മഹത്തായ സംഭാവന പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരുവഞ്ചൂരിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ, UDFന്റെ, അതെ, നമുക്ക് ഈ യാത്ര അവസാനിപ്പിച്ചാലോ? കോട്ടയത്ത് നമുക്ക് മടക്കണം, അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. അപ്പോൾ ഈ ആകാശപാതയുടെ ചോട്ടിൽ നിന്ന് കോട്ടയത്ത് നിന്ന് ഞാനും നിഖിലും സൈൻ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.